നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോക്കൂ, നമുക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ സംസാരിച്ച് നമുക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ബഹളം വെക്കേണ്ട യാതൊരു കാര്യമില്ല. മാഷ് അങ്ങനെ എന്നെ മാത്രം ഒരു ബഹളക്കാരിയാക്കി മാറ്റാൻ നോക്കണ്ട. പണ്ടേ അങ്ങനെ ഒരു പേര് എനിക്ക് എല്ലാവരും കൂടെ ചാർത്തി തന്നിട്ടുണ്ടല്ലോ. അതിനെന്താടി, നമ്മൾ ഇങ്ങനെ തന്നെയാ. ഇങ്ങോട്ട് ആരെങ്കിലും വാളെടുത്താ അങ്ങോട്ട് പരിചയെടുക്കും. മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്ന മാഷ് അവന് എല്ലാവർക്കും പറ്റും. മതി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇന്ദുവിന്റെ ആഭരണങ്ങൾ കാണണം, അത്രയല്ലേ ഉള്ളൂ. സാവിത്രി, നീ അതൊന്നും കൊണ്ടേ കാണിച്ചേ. അത് നീ തന്നെയല്ലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ, കൊണ്ട് കാണിക്കേ. വരൂ, നമുക്ക് ഇന്ദുവിന്റെ മുറിയിലേക്ക് പോവാം. വേണ്ട, ഇനി എനിക്കത് കാണണ്ട. കുടുംബത്തിൽ വന്നു കയറാൻ പോകുന്ന പെണ്ണിന്റെ പൊന്നു കാണാൻ പോകുന്നത് പണ്ടത്തെ പെണ്ണുങ്ങൾക്കൊരു അന്തസ്സാ. അതെന്തായാലും പോയി കിട്ടി. ഇനിയിപ്പൊ സംബന്ധക്കാരുടെ ഔദാര്യത്തില് കുഞ്ഞമ്മയ്ക്കത് കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നീ വരുന്നെങ്കി വാടി. അമ്മയെക്കാളും വലിയ പ്രശ്നക്കാരിയാ കുഞ്ഞമ്മ. ഇവരിവിടേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രേട്ടൻ വാ, നമ്മൾ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ അത് മതിയാവും അമ്മയ്ക്ക്. കണ്ടില്ലേ മാഷേ, സമയം കഴിയുന്തോറും സുശീലയുടെ അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒന്നും ഉണ്ടാവില്ല സച്ചി, നിങ്ങൾ സമാധാനായിട്ടിരിക്കെ. അവരിനിയും വായിട്ടലയ്ക്കാൻ വേണ്ടി വന്നാ അതിന് ചെവി കൊടുക്കണ്ട. നമുക്ക് നമ്മുടെ മകളുടെ കല്യാണം സന്തോഷമായിട്ട് നടത്തി കൊടുക്കണം. അതിനു വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേ. നിങ്ങളിപ്പോ ചെല്ല്. സാവിത്രി, സച്ചിയും കൂട്ടിക്കൊണ്ടു പോ. ശരി മാഷേ, വാ. അമ്മയും അമ്മയുടെ കുഞ്ഞമ്മയും കൂടി ബാക്കിയുള്ളവരെ മുഴുവൻ നാറ്റിക്കും. അപ്പോഴേ ഞാനും ഭാനുമ്മയും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതാ. കല്യാണ പെണ്ണിന്റെ സ്വർണം കല്യാണ സമയത്ത് കണ്ടാ പോരെ? അതെങ്ങനെ ശരിയാവും? ചെറുക്കന്റെ അമ്മയും അമ്മയുടെ കുഞ്ഞമ്മയല്ലേ. അവര് ചെന്ന് അധികാരത്തോട് പറഞ്ഞ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും അത് സമ്മതിച്ചല്ലേ പറ്റൂ. അഹങ്കാരത്തിന് നാക്ക് മുളച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അഹങ്കരിച്ചിട്ടിപ്പോ എന്തായി? നാളെ ബന്ധുക്കളാവും പോകുന്നവരുമായിട്ട് വഴക്കിടേണ്ടി വന്നില്ലേ? ഉള്ള വിലയും കളഞ്ഞു ഒളിച്ചെന്ന് പറഞ്ഞാ മതി. നമ്മുടെ അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല സോനെ. ഈ കല്യാണം കഴിയുമ്പോഴേക്കും നമ്മുടെ അമ്മയും കുഞ്ഞമ്മയും കൂടി നമ്മളെയൊക്കെ നാണക്കേടിന്റെ പടുകുഴി ചവിട്ടി താഴ്ത്തിയിരിക്കും. ഞാൻ കല്യാണ ചെറുക്കനായതുകൊണ്ട് കയറില്ലാതെ കെട്ടിയിട്ട അവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിലേ ഇതൊക്കെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശബരി, ശബരി, അല്ല എല്ലാവരും എത്തിയെന്ന് അറിഞ്ഞു. റെക്കോർഡിന് ശബരി ഇരിക്കെ. അല്ല, മാഷും ബാക്കിയുള്ളവരൊക്കെ എവിടെ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അമ്മ സച്ചി സാറിന്റെ കൂടെ. കുറച്ചു കഴിഞ്ഞ് സത്യനെ ഒന്ന് കാണും. അമ്പിളി ചേച്ചിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. അവരിടയ്ക്ക് വെച്ച് ഇന്ദുവിനെ കണ്ട ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഇരിക്കേ രഘുവേട്ടാ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ വരട്ടെ ഞാൻ? ഒന്നും വേണ്ട ശ്യാമേ, ഞങ്ങളിപ്പോ വെൽക്കം ഡ്രിങ്ക്സ് കഴിച്ചേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. മോളും വെച്ചുവനൊക്കെ അപ്പുറത്തെ മുറിയില്ല. ഞങ്ങളിന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി ശ്യാമേട്ടാ. ഇരിക്കേ രഘുവേട്ടാ. ശബരി ഇരിക്കേ. എന്താ സത്യ, നിന്റെ മുഖത്തിനൊരു തെളിച്ചില്ലാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എടുക്കാൻ പറ്റാത്ത ഭാരം തലയിലെടുത്ത് വെച്ചതിന്റെ ഒരു വീർപ്പുമുട്ടൽ, അത്രേ ഉള്ളൂ രഘുവേട്ടാ. അങ്ങനെയൊന്നും ഇല്ല സത്യ. ഈ ആഡംബരങ്ങളൊന്നും സത്യം കാണിക്കുന്നതല്ലല്ലോ. സച്ചി സാറ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് ചെയ്യുന്നതല്ലേ.
പക്ഷേ ആ സ്റ്റാറ്റസിനകത്ത് ഉയരാൻ നമുക്ക് പറ്റണ്ടേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സത്യം. ഇന്ദുവിനെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിനക്ക് ഉള്ളതുകൊണ്ടല്ലേ സച്ചി സാറിന്റെ കുടുംബം താല്പര്യം എടുത്ത് ഈ കല്യാണം നടത്തുന്നത്. അവരുടെ ആ താല്പര്യമൊക്കെ എന്റെ അമ്മയായിട്ട് ഇല്ലാതാക്കുന്ന ലക്ഷണം രഘുവേട്ട കാണുന്നത്. ഇവിടെ വന്ന ശേഷം നിങ്ങൾക്കും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാം. പിന്നെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ആരും അത് കാര്യമാക്കില്ല. പക്ഷെ ഇവിടെ എത്തുന്ന പലർക്കും അമ്മ ഒരു ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എവിടെ ചെന്നാലും അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാ. അവിടെയൊക്കെ ഏട്ടൻ എല്ലാം സഹിച്ച് അമ്മയോടൊപ്പം നിൽക്കും. പക്ഷേ എനിക്കതിന് പറ്റില്ല. ഞാൻ പതുക്കെ സ്കൂട്ടാവും. പക്ഷെ ഇവിടെ എനിക്കിപ്പോ അതിനും പറ്റില്ലല്ലോ. നമുക്കിവിടെ ഇരിക്കാം. അവിടെ മാമിമാരുടെ ഇടയിൽ നിന്ന് എനിക്ക് കുറച്ചേരം രക്ഷപ്പെടുകയും ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന മന്ദാകിനി ആന്റി ഇന്ദുവിന്റെ ആരാ? അച്ഛന്റെ അടുത്ത ബന്ധുവാ. അവർക്കൊരു മകനുണ്ട്, മഹേഷ്. അവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആന്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും അത് ഇഷ്ടമായിരുന്നില്ല. ഡോക്ടർ രാഹുലുമായി എന്റെ കല്യാണം തീരുമാനിച്ചപ്പോ ആന്റിയും മോനും ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറിയതായിരുന്നു. പക്ഷേ ഇപ്പൊ സത്യേട്ടൻ സാധാരണക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അതിനേക്കാൾ ബെറ്റർ മഹേഷ് അല്ലേ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുക. നാളെ കല്യാണമായിട്ട് ഇന്നവര് പുറകെ നടന്നിട്ട് എന്താ കാര്യം? ഇന്ദു അവരോട് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയണം.